ഇത്രയും തിരക്കുള്ള താങ്കൾ ഈ തിരക്കിനിടയിൽ കുമ്മനാട് കൺവെൻഷനിൽ പങ്കെടുക്കാനുണ്ടായ കാരണം? എല്ലാ വർഷവും കുമ്മനാട് കൺവെൻഷനിൽ സ്ഥിരമായിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ട്. ഏതെങ്കിലും ദിവസം പ്രധാനമായിട്ടും പാസ്റ്റർ കെ സി ജോൺ പ്രസംഗിക്കുന്ന ദിവസങ്ങളാണ് വരാൻ താല്പര്യം. കാരണം അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെ ആവേശം കൊള്ളിക്കാറുണ്ട്. ദൈവകൃപയിൽ നടന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കേൾവിക്കാർക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹത്തിന് കാരണമാകുന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇത്രക്കുണ്ടെങ്കിലും ഈ വെള്ളിയാഴ്ച ദിവസം ഇന്ന് കുമ്മനാട് കൺവെൻഷൻ ഇത്രയും തിരക്കിനിടയിൽ താങ്കളെ ഞങ്ങൾക്ക് കാണുവാൻ ലോകത്തിലെമ്പാടും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധനായ കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ കെ സി ജോൺ അവരുടെ ദൈവവചനക്ക് ശുശ്രൂഷയ്ക്കായി പ്രത്യേകമായി ക്ഷണിക്കുന്നു. വന്നിരിക്കുക എല്ലാവരും കൈകൊടുത്ത് ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയുടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശ്രേഷ്ഠന്മാരായ എല്ലാ കർത്തൃദാസന്മാർക്കും ഗായിക സംഘത്തിനും വേദനഭൂഷ്ടരായിരിക്കുന്ന ഇന്നത്തെ അധ്യക്ഷൻ പാസ്റ്റർ കെ സി മാത്യൂസ്, APC ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ TS അബ്രഹാം, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജോൺ സുന്ദർ റാവു, ജനറൽ സെക്രട്ടറി പാസ്റ്റർ KM ജോസഫ്, ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ്, IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KM ജോൺ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ MV വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ KC തോമസ്, ജോയിന്റ് സെക്രട്ടറിമാരായിരിക്കുന്ന പാസ്റ്റർ MB ജോർജ് കുട്ടി, ബ്രദർ വർഗീസ് മരത്തനാൻ, ട്രഷറർമാരായിരിക്കുന്ന ജനറൽ ട്രഷറർ ജോസഫ് താനിക്കൽ, സ്റ്റേറ്റ് ട്രഷറർ ബ്രദർ ഈപ്പൻ തോമസ്, വിവിധ റീജിയനിൽ നിന്ന് വന്നിരിക്കുന്ന ശ്രേഷ്ഠമായ കർത്തൃദാസന്മാർ, കർണാടക റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ TT ജോസഫ്, പഞ്ചാബ് റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ വത്സൻ എബ്രഹാം, തമിഴ്നാട് റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ MS സാമുവൽ, മറ്റേ വേദിയിൽ ഭൂഷിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, പ്രത്യേകിച്ച് ഇവിടെ ബൈബിൾ സൊസൈറ്റിയെ കുറിച്ച് സംസാരിച്ച സൊസൈറ്റിയുടെ ഓക്സിലറി സെക്രട്ടറി പാസ്റ്റർ റവറൻഡ് സാമുവൽ വർഗീസ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങളുടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ EC ജോർജ്, പാസ്റ്റർ ജോർജ് ഉമ്മൻ, പാസ്റ്റർ TC കോശി, പാസ്റ്റർ CH ചെറിയാൻ, പാസ്റ്റർ TC ഈശോ ആദിയായ കർത്തൃദാസന്മാർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ആരുടെയെങ്കിലും പേരെ വിട്ടുപോയി ദയവായി ക്ഷമിക്കണം. എല്ലാറ്റിലുപരി മഹാദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവൻ നിന്നെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ്റെ തേജസ്സിൻ്റെ കീഴിൽ ഇന്ന് രാത്രി നിന്നെ ഇരുത്തിയിരിക്കുകയാണ്. ദൈവതേജസ്സിൻ്റെ മേഘം ഈ 12 കീഴിൽ ഇന്ന് രാത്രിയുണ്ട്. ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവതേജസ് പെയ്തിറങ്ങുവാൻ പോകുകയാണ്. ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശം നിന്നെ കുറിച്ചുണ്ട്. ഇന്ന് രാത്രി യാദൃശ്യമായി ഇവിടെ എത്തിയതല്ല, ദൈവം കൊണ്ടുവന്നാണെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈ ഉയർത്തി ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട വചനം നാം കേട്ടുകൊണ്ടിരുന്നു. മുടന്തർ കൊള്ളം കെടും. ഏത് താഴ്ചകളുണ്ടെങ്കിലും നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തൻ. താഴ്ചകൾ നിന്റെ അയോഗ്യതയല്ല. അയോഗ്യതയുള്ളവർക്ക് ദൈവം ദാനം നൽകുന്ന കൃപയുടെ ഭാഗമായതുകൊണ്ട് നിനക്ക് കൃപ കിട്ടാനുള്ള ഏക യോഗ്യത നിന്റെ അയോഗ്യതയാണ്. നിനക്ക് കൃപ കിട്ടാനുള്ള ഏക യോഗ്യത നിന്റെ താഴ്ചയാണ്. നിനക്ക് കൃപ കിട്ടാനുള്ള ഏക യോഗ്യത നിന്റെ അർഹതയില്ലായ്മയാണ്. നിനക്ക് നിന്നെക്കുറിച്ച് ഒന്നും പുകഴ്ത്തുവാനില്ല, പ്രശംസിക്കാനില്ല. ഒന്നും പ്രശംസിക്കാനില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നിനക്കുണ്ട്. ഒന്നും പുകഴ്ത്തുവാനില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവം ഓരോരുത്തരും ഒരു വാക്യം വായിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. ഗലാത്യർ 6-7-8 വാക്യങ്ങൾ. 7-8. ദൈവത്തെ പരിഹസിച്ചുകൂടാ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും.
നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പ്രിയ പിതാവേ, തിരു സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടയിൽ കൂടെ ഇന്ന് രാത്രി അവിടെ നടക്കുന്ന കാലൊച്ച കേട്ടുകൂടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അവിടുത്തെ സെറാഫുകൾ ഇവിടെ ചിറകടിക്കുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിന് അവിടുത്തെ മഹത്വം ഞങ്ങൾ ദർശിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ഓരോ സഭയും ഓരോ ശുശ്രൂഷയും ഓരോ ദേശത്തെയും ഓരോ